നമസ്കാരം. എന്നും സമാധാനം ആഗ്രഹിക്കുകയും മറ്റുള്ള രാജ്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഭാരതം. പൊതുവെ യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഭാരതം തങ്ങളുടെ അതിരുകൾ കാക്കാനും അതിർത്തി കടന്നെത്തിയ ശത്രുക്കളെ തുരത്താനുമാണ് യുദ്ധരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. 1999 മഞ്ഞ് പെയ്തിറങ്ങുന്ന തണുപ്പ് കാലത്ത് ഹിമാലയൻ മലനിരകളിലെ ഇന്ത്യൻ പ്രദേശത്തെ പാക് സൈനിക സാന്നിധ്യം ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അതിർത്തി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കനത്ത മൂടൽമഞ്ഞിന്റെ മറപറ്റി പാക് പട്ടാളവും തീവ്രവാദികളും കയ്യേറിയ മലനിരകൾ തിരിച്ചു പിടിക്കാനായി കുത്തനെയുള്ള അതിദുർഘടമായ മലനിരകളിലേക്ക് ഇന്ത്യൻ സൈന്യം കയറി ചെന്നു. അന്നത്തെ ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് 527 വിലപ്പെട്ട ജീവനുകളാണ്. പാകിസ്ഥാന് നഷ്ടമായ സൈനികരെ കുറിച്ച് ഇന്നും കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. തോൽവിയുടെ ഭാരം ലോകം അറിയാതിരിക്കാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പാക് സൈനികരുടെ മൃതദേഹങ്ങൾ മുജാഹിദീൻ തീവ്രവാദികളുടേതാണ് എന്ന പേരിൽ അവരുടെ കുടുംബത്തെ പോലും കാണിച്ചില്ല എന്ന ആരോപണം അന്നേ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട 527 ജീവനുകളും പരമപ്രധാനമായിരുന്നുവെങ്കിലും പരംവീർ ചക്ര ക്യാപ്റ്റൻ വിക്രം ബത്രയെ ഇന്ത്യൻ സൈന്യത്തിനോ ഇന്ത്യൻ ജനതയ്ക്കോ മറക്കാൻ കഴിയില്ല. സൈന്യത്തെ സംബന്ധിച്ച് യുദ്ധമുഖത്ത് അത്രയ്ക്കും നിർണായകമായ നീക്കം നടത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഹിമാചൽ പ്രദേശിലെ പാലംപൂരിൽ ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പലായിരുന്ന ഗിർധാരിലാൽ ബത്രയ്ക്കും സ്കൂൾ ടീച്ചറായിരുന്ന കമൽകാന്തിനും 1974 സെപ്റ്റംബർ 9 മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിച്ച ഇരട്ടക്കുട്ടികളിൽ മൂത്തവനാണ് വിക്രം ബത്ര. ആർമി കന്റോൺമെന്റിനുള്ളിലായിരുന്നു ബത്രയും അനുജനും പഠിച്ചിരുന്ന സ്കൂൾ. സൈന്യത്തോടുള്ള താല്പര്യം വർദ്ധിക്കാൻ ഇതും കാരണമായി. സൈനികരെ കണ്ട് വളർന്ന വിക്രം ബത്രയുടെ ഉള്ളിൽ ദേശസ്നേഹം നിറഞ്ഞു നിന്നു. എങ്ങനെയും സൈനികനാകണം, രാജ്യത്തിനായി എന്തെങ്കിലും ചെയ്യണം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷം. അതിന്റെ തുടക്കമെന്നവണ്ണം പഠിക്കുന്ന കാലത്ത് ഉത്തരേന്ത്യയിലെ ഏറ്റവും മികച്ച NCC കേഡറ്റിനുള്ള മെഡൽ നേടിയ വിക്രം റിപ്പബ്ലിക് ഡേ പരേഡിലും പങ്കെടുത്തു. പിന്നീട് കരാട്ടയിലും ടേബിൾ ടെന്നീസിലും ദേശീയ അംഗീകാരങ്ങളും വിക്രം നേടി. 95 ബിരുദ പഠനം പൂർത്തിയാക്കിയ വിക്രം ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പും നടത്തി. ഹോങ്കോങ് ആസ്ഥാനമായ ഒരു ഷിപ്പിംഗ് കമ്പനി വിക്രമിനെ മർച്ചന്റ് നേവിയിൽ ഓഫീസറായി തെരഞ്ഞെടുത്തു. ഒരു സൈനികനാകണമെന്ന തന്റെ ലക്ഷ്യത്തിനായി അദ്ദേഹം ആ ജോലി സ്വീകരിക്കാൻ തയ്യാറായില്ല. 96 അദ്ദേഹം CDS പരീക്ഷ പാസ്സായി. ഇംഗ്ലീഷ് PG പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ അദ്ദേഹം ഇന്ത്യൻ കരസേനയിൽ ലഫ്റ്റനന്റായി കമ്മീഷൻ ചെയ്തു. തുടർന്ന് റെജിമെന്റൽ ട്രെയിനിങ്ങിനായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ കുറച്ചുകാലം ജോലി ചെയ്ത അദ്ദേഹത്തെ തേടി ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ സോംപോറിൽ കന്നി പോസ്റ്റിംഗ് എത്തി. 13 ജമ്മു കാശ്മീർ റൈഫിൾസിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നിയമനം. 99 ബെൽഗാമിൽ കമാൻഡോ കോഴ്സ് പൂർത്തിയാക്കി ഡ്യൂട്ടിക്ക് ചേരും മുൻപ് കുടുംബത്തോടൊപ്പം ഹോളി ആഘോഷിക്കാനായി വിക്രം വീട്ടിലെത്തിയ സമയത്താണ് കാർഗിലിൽ പാക് സൈനിക സാന്നിധ്യം ഇന്ത്യ തിരിച്ചറിയുന്നത്. യുദ്ധത്തിന് പോകും മുൻപ് സൂക്ഷിക്കണമെന്ന് ഉപദേശിച്ച സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പേടിക്കേണ്ട, ഞാൻ എന്തായാലും തിരിച്ചു വന്നിരിക്കും. അതിനി അവിടെ ത്രിവർണ പതാക പാറിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല അതേ ത്രിവർണ പതാകയിൽ പൊതിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, ഞാൻ വന്നിരിക്കും. ജൂൺ 1 വിക്രം കാർഗിലിലെ സൈനിക ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തു. 18ാം ദിവസം നിർണായകമായ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകാനായി വിക്രം ബത്ര നിയോഗിക്കപ്പെട്ടു. പാക് സൈന്യം പിടിച്ചെടുത്ത സമുദ്രനിരപ്പിൽ നിന്നും 16,962 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർഗിൽ ജില്ലയിലെ ത്രാസ് സെക്ടറിലെ .5140 തിരിച്ചുപിടിക്കാനായിരുന്നു അത്. പാക് സൈനികരും പരിശീലനം സിദ്ധിച്ച തീവ്രവാദികളും ഉയർന്ന സ്ഥലത്തായിരുന്നതിനാൽ സൈനിക നീക്കം ഏറെ പ്രയാസമായിരുന്നു. ലഫ്റ്റനന്റ് കേണൽ യോഗേഷ് കുമാർ ജോഷിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യമായിരുന്നു ഈ പ്രദേശം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അദ്ദേഹം അടങ്ങിയ സൈന്യം ജൂൺ 17 .5140 അടുത്ത് എത്തിയിരുന്നു. ത്രാസ് സബ് സെക്ടറിലെ പ്രധാന ഇടമായ ഇവിടം പിടിച്ചെടുത്താൽ തുടർന്നുള്ള സൈനിക മുന്നേറ്റം എളുപ്പമാകും. എന്നാൽ ഇതിനോടകം .5140 7ഓളം ഭാഗങ്ങളിൽ പാക് സൈന്യവും തീവ്രവാദികളും മറഞ്ഞിരിക്കുന്നതായി സൈന്യം മനസ്സിലാക്കി. പകൽ സമയത്ത് നേരിട്ടുള്ള ഒരു പോരാട്ടം വലിയ നാശമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ യോഗേഷ് കുമാർ ജോഷി ആ ദൗത്യം ലഫ്റ്റനന്റ് സജീവ് സിംഗ് ജാംവാളിന് കീഴിലുള്ള ബ്രാവോ കമ്പനി, ലഫ്റ്റനന്റ് വിക്രം ബത്രയ്ക്ക് കീഴിലുള്ള ഡെൽറ്റ കമ്പനി എന്നിവരെ ചുമതലപ്പെടുത്തി. കിഴക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തു നിന്നും മല കയറി മുകളിലെത്തി ആക്രമണം നടത്താനായിരുന്നു 2 കമ്പനികൾക്കും നൽകിയ നിർദ്ദേശം. മുൻ നിശ്ചയിച്ച പ്രകാരം രാത്രി 8:30 മലയുടെ മുകളിലേക്ക് കയറാൻ 2 കമ്പനികളും തീരുമാനിച്ചു. 2 കമ്പനികളും മല കയറാൻ ആരംഭിച്ചതിന് പിന്നാലെ ഹം കോംപ്ലക്സിനുള്ള ആർട്ടിലറി ഗണ്ണുകൾ രാത്രിയോടെ പ്രാഥമിക ബോംബാർഡ്മെന്റ് നടത്തി. അതിന്റെ മറവിൽ ലഫ്റ്റനന്റ് വിക്രമും സംഘവും മലകയറ്റം ആരംഭിച്ചു. ഏതാണ്ട് 80 ഡിഗ്രി ചെങ്കുത്തായ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളിലൂടെ വേണം മുകളിലെത്താൻ. റോക്കറ്റ് ലോഞ്ചറുകളും ഗണ്ണുകളും ഉപയോഗിച്ച് ആ രാത്രി മുഴുവനും ഇന്ത്യൻ സൈന്യം മലമുകളിലേക്ക് വെടിവെച്ചുകൊണ്ടേയിരുന്നു. എതിരാളികളുടെ 100 മീറ്റർ ദൂരത്ത് തങ്ങൾ എത്തും വരെ ആക്രമണം തുടരാൻ സജീവ് ജാംവാളും വിക്രം ബത്രയും വയർലെസ് വഴി താഴെയുള്ള കമാൻഡറോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു.
പുലർച്ചെ 3:35 ദൗത്യം പൂർത്തിയാക്കി ബങ്കറുകൾ കീഴടക്കിയതായി സജീവ് ജാംവാൾ കമാൻഡിംഗ് ഓഫീസറെ അറിയിച്ചു. യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായ വശങ്ങളിൽ നിന്ന് ആക്രമിക്കുന്നതിന് പകരം പുറകിൽ നിന്ന് ആക്രമിക്കാനായിരുന്നു വിക്രം തന്റെ ഡെൽറ്റ കമ്പനിക്ക് നൽകിയ നിർദ്ദേശം. പുറകിലൂടെയുള്ള അതിദുർഘടമായ വഴിയിലൂടെ ആരും കയറി വരില്ലെന്ന് വിശ്വസിച്ചിരുന്ന പാക് സൈന്യത്തെ അതിശയപ്പെടുത്തി വിക്രവും സംഘവും പുലർച്ചെ ആക്രമണം നടത്തി. വിക്രമിന്റെ ഗ്രനേഡ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ബംഗറിലിരുന്ന പാക് സൈനികരും തീവ്രവാദികളും കൊല്ലപ്പെട്ടു. ഡെൽറ്റ ബ്രാവോ കമ്പനികളിലെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ഇന്ത്യൻ സൈന്യം പോയിന്റ് 5140 തിരിച്ചു പിടിച്ചു. ഈ പോയിന്റ് തിരിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ "ഏ ദിൽ മാംഗേ മോർ" അഥവാ "എന്റെ ഹൃദയം കൂടുതലായി ആഗ്രഹിക്കുന്നെന്ന വാചകം പിന്നീട് പ്രസിദ്ധമായി തീർന്നു. യുദ്ധമുഖത്തെ വിക്രമിന്റെ അസാമാന്യ ധീരത മനസ്സിലാക്കിയ സൈന്യം അദ്ദേഹത്തിന് ക്യാപ്റ്റൻ പദവി നൽകി. അന്നത്തെ കരസേനാ മേധാവി ജനറൽ വേദ് പ്രകാശ് മാലിക് ബത്രയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. രാജ്യമാകെ ബത്രയുടെ വിജയം ടെലിവിഷനിലൂടെ അറിയിക്കപ്പെട്ടു. ഒരു ജനതയുടെ നായകനായി ബത്ര മാറുകയായിരുന്നു. എന്നാൽ കാർഗിൽ വിജയം അപ്പോഴും പൂർണ്ണമായിരുന്നില്ല. സമുദ്രോപരിതലത്തിൽ നിന്നും 17,000 അടി ഉയരത്തിലുള്ള ഏരിയ ഫ്ലാറ്റ് ടോപ്പ് എന്നറിയപ്പെട്ടിരുന്ന പീക്ക് 4875 അപ്പോഴും യുദ്ധം നടക്കുകയായിരുന്നു. ജൂലൈ 5 തന്നെ ക്യാപ്റ്റൻ NA നാഗപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറുസംഘം പീക്ക് 4875 എത്തിയിരുന്നു. എന്നാൽ പാക് സൈന്യം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കാരണം തന്ത്രപ്രധാനമായ മേഖലയെ പീക്ക് 4875 വിട്ടുകൊടുത്താൽ യുദ്ധത്തിൽ അത് നിർണായകമാകും എന്നത് തന്നെ. പാകിസ്ഥാന്റെ കൗണ്ടർ അറ്റാക്കിന് മറുപടി നൽകുന്നതിനിടെ ക്യാപ്റ്റൻ NA നാഗപ്പയ്ക്ക് ഒരു പാക് ഷെൽ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം ബോധരഹിതനായപ്പോൾ ഇന്ത്യൻ സൈന്യം പതറി. എന്നാൽ ഈ യുദ്ധരംഗം വീക്ഷിച്ചിരുന്ന ക്യാപ്റ്റൻ വിക്രം ബത്ര കമാൻഡിംഗ് ഓഫീസറോട് ക്യാപ്റ്റൻ NA നാഗപ്പയെ രക്ഷിക്കാനായി താൻ പോകാമെന്ന് അറിയിച്ചു. നേരത്തെ നടത്തിയ പോരാട്ടത്തിൽ സാരമായി പരിക്കേറ്റ വിക്രത്തെ വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ അദ്ദേഹം ആദ്യം തയ്യാറായിരുന്നില്ല. പക്ഷേ വിക്രത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയ അദ്ദേഹം വിക്രത്തെയും സംഘത്തെയും പീക്ക് 4875 അയക്കാൻ തീരുമാനിച്ചു. പീക്ക് 4875 സമീപമെത്തിയ വിക്രത്തിനും സംഘത്തിനും മുന്നിലുണ്ടായിരുന്നത് അതികഠിനമായ ലക്ഷ്യമായിരുന്നു. ഇതിനിടെ വിക്രമിന്റെ ജൂനിയർ ഓഫീസർക്ക് ഒരു സ്ഫോടനത്തിൽ കാലിന് പരിക്കേറ്റു. സുബേദറായ രഘുനാഥ് സിംഗിനോട് അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട വിക്രം ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്കിടയിലൂടെ പരിക്കേറ്റ സൈനികനടുത്തെത്തി. ഇരുവരും ചേർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ രണ്ടുപേർക്കും വെടിയേറ്റു. വിക്രമിന്റെ നെഞ്ചു തുളച്ച് പാക് വെടിയുണ്ട കടന്നുപോയി. രഘുനാഥിനും സ്വന്തം ജീവൻ കാക്കാനായില്ല. 3 പേരും മരിച്ചു വീണെങ്കിലും ഇവർ നയിച്ച വഴിയിലൂടെ കടന്നു വന്ന 13 ജമ്മു കാശ്മീർ റൈഫിൾസ് പിന്നീട് നേരം പുലരും മുന്നേ പീക്ക് 4875 പിടിച്ചടക്കി. 1999 ജൂലൈ 7 24 വയസ്സ് മാത്രമുള്ള ആ ധീര സൈനികൻ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചപ്പോൾ രാജ്യം മുഴുവൻ അദ്ദേഹത്തിനായി കണ്ണീർ പൊഴിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പ്രകടിപ്പിച്ച അസാമാന്യ ധീരതയ്ക്കുള്ള അംഗീകാരമായി മരണാന്തരം രാജ്യം തങ്ങളുടെ വീരപുത്രനെ പരംവീർ ചക്ര നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം അടിസ്ഥാനമാക്കി നിരവധി ബോളിവുഡ് ചിത്രങ്ങൾ പിന്നീട് വന്നു. ചെറുപ്പക്കാരായ ഒരുപാട് പട്ടാളക്കാരുടെ ഏറ്റവും നല്ല ദിവസങ്ങളും കുറേയേറെ പേരുടെ ജീവനം ബലികൊടുത്താണ് നമ്മുടെ സൈന്യം എന്നും എപ്പോഴും നമ്മുടെ അതിരുകൾ കാക്കുന്നത്. എല്ലാ പ്രതിസന്ധികളും മറികടന്ന് നമ്മെ കാക്കുന്ന ധീര സൈനികരോട് വാക്കിലൊതുക്കാൻ കഴിയാത്ത നന്ദി പറഞ്ഞുകൊണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.